നമസ്തേ. എൻ്റെ പേര് ഹരിദാസ് പരമേശ്വരൻ എന്നാണ്. നമുക്ക് ഇതിനു മുമ്പ് ഹരി ഇൻസൈറ്റ് മീഡിയ എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനല് നമ്മൾ തുടങ്ങിയത് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തെ മുൻകണക്കാക്കി നമ്മുടെ പാൻഡമിക് പീരീഡായ ആ സമയത്താണ് നമ്മളത് തുടങ്ങിയത്. അന്ന് അത് കൊമേഴ്ഷ്യൽ ലോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഏതാണ്ട് 40 ക്ലാസ്സുകൾ എടുത്തു. നമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യപൂർവ്വം 40 ക്ലാസ്സുകളോളം ഞാൻ കൊമേഴ്ഷ്യൽ ലോ എടുത്തത്. അപ്പം അതിനകത്ത് വളരെയധികം വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നവർ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും കുറേ ശിഷ്യന്മാരുടെയും സർവോപരി എൻ്റെ ഗുരുനാഥൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ ഈ ദൗത്യം ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചു പേർക്ക് മാത്രമെങ്കിലും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ ഒരു ജ്യോത്സ്യനും വാസ്തുകാരകനും അതിലുപരി റേക്കി എന്ന് പറയുന്ന ആത്മവിദ്യയുടെ മാസ്റ്ററുമാണ്. അപ്പോൾ ഈ ഇപ്പോഴുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തത് കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്ന പാഠ്യ വിഷയത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ തുടങ്ങുന്നത് ജ്യോതിഷവും വാസ്തുവും റേക്കിയും ഒക്കെ ചേർന്നിട്ട് അതിങ്ങനെ ഇടപെട്ട രീതിയിൽ നടത്തണം എന്നാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. അപ്പം അത് പ്രകാരം നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും റേക്കിയെക്കുറിച്ചും ചെറിയ ക്ലാസ്സുകളായിട്ടാണ്, അല്ലെങ്കിൽ പ്രബോധനങ്ങളെന്ന് പറയാം. ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്ന പ്രകാരം പറയുന്നത് കൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത് എന്ന രീതിയിൽ അത് നടക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ കാണിച്ചു തന്ന ആ സഹകരണങ്ങൾ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ആ വിഷയം എത്ര പഠിച്ചാലും തീരാത്ത വളരെ ബൃഹത്തായ ഒരു കാര്യമാണ്. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ കുറെ കാര്യങ്ങൾ ഇത് പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അതേപോലെ നെഗറ്റീവായിട്ട് ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തരമാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർക്കും അന്ധവിശ്വാസമുണ്ട്. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ജ്യോതിഷത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ശരിക്കും പഠിച്ചവർക്ക് അത് കുറെ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിളാണ് എന്ന് മനസ്സിലാവും. ഒട്ടും പഠിക്കാതെ നിശിതമായി വിമർശിക്കുന്ന മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ യഥാർത്ഥമായും ഈ ശാസ്ത്രത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഒന്നുമേ ശ്രദ്ധിക്കാതെയാണ് പറയുന്നത്. അപ്പൊ ഇത് പരിപൂർണമായ ഒരു ശാസ്ത്രമാണ് എന്നല്ല, ഇതൊരു നമുക്ക് പറയാം, ഇറ്റ്സ് ആൻ ആർട്സ്, അങ്ങനെയും കരുതാം, ഒരു സോഷ്യൽ സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ ഇതിൽ മിക്കവാറും തന്നെ പല കാര്യങ്ങളും ശാസ്ത്രവിധി പ്രകാരം എന്ന് നമുക്ക് പറയുന്ന പോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സത്യമായി ജീവിതത്തിൽ പലർക്കും അനുഭവപ്പെടുന്നു. ആവർത്തിച്ച് സംഭവിക്കപ്പെടുകയാണെങ്കിൽ അത് ശാസ്ത്രമെന്നാണല്ലോ പറയുക. Science is a systematized body of knowledge having universal application and it is possible to prove with experiments and having cause and effect relation എന്ന് ശാസ്ത്രത്തെക്കുറിച്ച് നിർവചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട് പലയിടങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതേപോലെ അതിനകത്ത് ചില ഭയപ്പെടുത്തലുകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഇത് നശിച്ചു പോകും, അല്ലെങ്കിൽ അതാണ് അങ്ങനെ ഒരു ബീഭത്സമായ ഒരു അപ്രോച്ച് നടത്തുന്ന ചില രീതികൾ. ഇപ്പോൾ ജ്യോതിഷ പ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷത്തിന് കാരണമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവുമുണ്ട്. അങ്ങനെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുകയും ആ ദോഷത്തിന് എന്ത് പരിഹാരം വേണമെന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് മാത്രം എടുത്തു പറയുക. സ്വന്തം ഭാവനകളോ സ്വന്തം ഇഷ്ടപ്രകാരങ്ങളോ വളച്ചൊടിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. അങ്ങനെ യോഗീശ്വരന്മാരായ മനുഷ്യന്മാരുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു സത്യബോധനമാണ് ഈ ശാസ്ത്രം. അതല്ലാതെ ഒന്നോ രണ്ടോ മനുഷ്യന്മാർക്ക് ഒരു ജീവിത കാലഘട്ടത്തിൽ എഴുതി തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്നതല്ല ശാസ്ത്രം എന്ന് പറയുന്നത്.
ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും അയാളുടെ ജീവിതകാലം മുഴുവനും എടുത്താൽ ഈ ശാസ്ത്രം പഠിച്ചു തീരില്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഒരാളുടെ ജീവിതകാലം മുഴുവനും കൊണ്ടൊരു ശാസ്ത്രം ഉണ്ടാക്കുക? നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇത് പല പല ആൾക്കാരുടെ പല പല യോഗീശ്വരന്മാരുടെ സംഭാവനയുടെ ആകത്തുകയാണ് ഈ ജ്യോതിഷം. വാസ്തുശാസ്ത്രത്തെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കും. അതേപോലെ റേക്കി എന്ന് പറയുന്ന കാര്യം, റേക്കി അത് നിങ്ങൾ പലരും തന്നെ ഇപ്പൊ കേൾക്കുന്നവര് ചിലര് വളരെയധികം ആൾക്കാർക്ക് പുതിയൊരു വാക്കായിരിക്കാം. പക്ഷെ അതൊരു ആത്മവിദ്യയാണ്. ഒരുപാട് കാലങ്ങൾ അതിന്റെ പുറകെ നമ്മൾ നടന്നാലേ ആ വിദ്യ നമുക്ക് സാഹിത്യമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നിങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും അതോടൊപ്പം നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എഴുതി ചോദിക്കുകയും ചെയ്താൽ അത് ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആശങ്കകളെയും സംശയങ്ങളെയും ദൂരീകരിക്കാനുള്ള ഒരു തുറന്ന മാധ്യമം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ അതുകൊണ്ട് ഓരോ ഭാഗത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അഭിപ്രായങ്ങൾക്കനുസരിച്ച് മറുപടി തരേണ്ട കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ന് സുഖമായിട്ട് നല്ല രീതിയിൽ ഇത് വീണ്ടും ഈ ചാനല് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്തേ, നന്ദി.